കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقترب للناس حسابهم وهم في غفلة معرضون സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്ന ഒരു മഹനീയമായ വിഷയത്തെ സംബന്ധിച്ചാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാം തുടങ്ങിവച്ചത്. പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ ക്ലാസ്സിന് വരാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ വിശദീകരിച്ചപ്പോൾ ചില ആളുകളെങ്കിലും ഓർക്കുന്നുണ്ടാകും, ഏതാനും ചില അടയാളങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചത്. ഒന്നാമത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ വഅശാറ ബിസ്സബ്ബാബതി വൽവുസ്ത. ഞാനും അന്ത്യനാളും ഇതുപോലെയാണ്. എന്നിട്ട് അവിടുത്തെ ചൂണ്ടുവിരലും മധ്യവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട്, അതുകൊണ്ട് സൂചന നൽകിക്കൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടുപ്പത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി. ഒന്നാമതായി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെയാണ് അന്ത്യനാളിന്റെ ലക്ഷണം. രണ്ടാമതായി, ഞാൻ ചുരുക്കി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് സംക്ഷിപ്തമായി പറയുകയാണ്. രണ്ടാമതായി, പ്രവാചകന്റെ മൗത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ വഫാത്താണ്. മൂന്നാമതായി, അവിടുന്ന് പറഞ്ഞു, എന്റെ വഫാത്തിന് ശേഷം മുസ്ലിം സമൂഹത്തിലുണ്ടാകുന്ന വ്യാപകമായ ചില മരണങ്ങൾ. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്കതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം കാണാൻ കഴിയും. നാലാമതായി, അവിടുന്ന് പഠിപ്പിച്ചു, സുമ്മ ഇസ്തിഫാലത്തുൽ മാൽ ഹത്താ യുഅ്ത റജുലു 100 ദീനാരിൻ ഫയളല്ലു സാഖിത. ധനം എന്റെ സമൂഹത്തിൽ വ്യാപകമായി ഒഴുകുകയും അത് സ്വീകരിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ സംജാതമാകുകയും ചെയ്യുമെന്ന്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ളുഹൂറുൽ ഫിതൻ, ഫിത്നകൾ എന്റെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടും. ഇരുണ്ട രാത്രിയുടെ ഒരു കഷ്ണമെന്നോണം നിരന്തരമായ ഫിത്നകൾ, പരീക്ഷണങ്ങൾ എന്റെ സമൂഹത്തിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളമായി നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. ഇനി അവിടെ മുതലാണ്
നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അന്ത്യദിനം അടുത്തു വരുമ്പോൾ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഫിത്നകൾ. അതിൽ അകപ്പെടാനല്ല, മറിച്ച് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണല്ലോ, അതുകൊണ്ട് അതേതാണെങ്കിലും സംഭവിക്കും, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന നിലക്കല്ല ഇത്തരം കാര്യങ്ങളോട് നാം സമീപിക്കേണ്ടത്. മറിച്ച് അത് കാണുമ്പോൾ, അങ്ങനെയുള്ള ഫിത്നകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അവനോട് കൂടുതൽ രക്ഷ തേടുകയും ആ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്യാൻ സത്യവിശ്വാസി തയ്യാറാകുകയും അത്തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥ നേടിയെടുക്കാൻ ഈ പ്രവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സാധിക്കണമെന്നതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ അവസാന തശഹുദിന് ശേഷം സലാം വീട്ടുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും സുപരിചിതമായ ഒരു പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു, മിൻ അദാബി ജഹന്നം, ജഹന്നമിലെ ശിക്ഷയിൽ നിന്ന്, വമിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിത മരണ സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിലുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ഇനി ലോകം കാണാനിരിക്കുന്ന, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഫിത്നയായ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയും. ഇങ്ങനെയുള്ള സംഗതികളിൽ നിന്നെല്ലാം നിരന്തരമായി കാവലിന് ചോദിക്കാൻ കടപ്പെട്ടവനാണ് സത്യവിശ്വാസി എന്ന് എന്റെ സഹോദരങ്ങളെ ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുൻകഴിഞ്ഞ സമുദായങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഭാഗ്യം കിട്ടിയ ഒരു സമൂഹമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ ഈ ഉമ്മത്ത്. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് വരാനിരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും വിശദമായ പരാമർശങ്ങൾ, വിശദമായ പ്രവചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയെന്നത്. അള്ളാഹു പ്രവാചകനിലൂടെ വഹീന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അന്ത്യനാൾ അടുത്തു വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നതിനെ സംബന്ധിച്ച് വിശദമായി മുൻകൂട്ടി തന്നെ അറിയിച്ചു കൊടുത്തു എന്നത് നമ്മളോട് ചെയ്ത, ഈ സമുദായത്തിലെ അംഗങ്ങളോട് ചെയ്ത, ഈ ഉമ്മത്തിനോട് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ്. ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബിമാർ അത് ചർച്ച ചെയ്തിരുന്നു, അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിരുന്നു. പല അടയാളങ്ങളും സഹോദരങ്ങളെ, അന്ത്യദിനവുമായി ബന്ധപ്പെട്ട പല അടയാളങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്ത്യനാള് വളരെ അടുത്തുപോയിരിക്കുന്നുവെന്ന്, അന്ത്യനാള് വളരെ ആസന്നമായിരിക്കുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച വചനം തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയാഇന്റെ ആദ്യ ഭാഗത്തുള്ള ഒരു വചനമാണ്. അവിടെ അള്ളാഹു പറഞ്ഞതെന്താണ്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു എന്ന്. വിചാരണ അടുത്തുപോയിരിക്കുന്നു. പക്ഷേ വഹും, അവരാകട്ടെ ഫീ ഗഫ്ലത്തിൻ, അശ്രദ്ധയിലാണ്, ശ്രദ്ധയില്ലാത്തവരാണ്. മുഅ്രിദൂൻ, അവഗണിക്കുന്നവരാണ്. അവഗണിച്ച് ശ്രദ്ധയില്ലാത്തവരായി തിരിഞ്ഞുപോകുന്ന ഒരു ജനത. പക്ഷേ അവരുടെ വിചാരണയും അതുപോലെ അനുബന്ധ വിഷയങ്ങളുമൊക്കെ സമീപസ്ഥമാണ്, വളരെ അടുത്തു തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 1450 അതല്ലെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം തന്നെ അവന്റെ ഖുർആനിൽ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി ഞാൻ പറഞ്ഞത് ഫിത്നകളെ സംബന്ധിച്ചാണ്. അതിശക്തമായ ഫിത്നകൾ ഈ ഉമ്മത്തിലുണ്ടാകും. അത് അന്ത്യനാളിന്റെ അലാമാത്തുകളിൽപ്പെട്ടതാണ്, അടയാളങ്ങളിൽപ്പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പേ ഉണ്ടാകും ഫിതനൻ, ചില ഫിത്നകൾ.
അതേതുപോലെയായിരിക്കും? കഖിതഇൽ ലൈലിൽ മുദ്ലിം, ശക്തമായ ഇരുട്ടുള്ള രാത്രിയുടെ ഒരു കഷ്ണം പോലെ. എന്ന് പറഞ്ഞാൽ ആ ഫിത്നയിൽ അകപ്പെട്ടാൽ സത്യവും അസത്യവും ഒന്നും തിരിച്ചറിയാത്ത നിലക്ക് മുസ്ലിമിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഘോരമായ അന്ധകാരത്തിൽ ചെന്ന് വീഴുന്ന നിലക്കുള്ള ഫിത്നകൾ എന്റെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടേതായ വിഷയങ്ങളിൽ, നമ്മുടെ മതവിഷയങ്ങളാകട്ടെ അതല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളാകട്ടെ, ഏത് വിഷയങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോഴേക്ക് ഓടിയൊളിക്കേണ്ടവനോ എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു മാറി നിൽക്കേണ്ടവനോ അല്ല മുസൽമാൻ, സത്യവിശ്വാസി. മറിച്ച് ഇങ്ങനെയുള്ള ഫിത്നകളെ തരണം ചെയ്യാനുള്ള ഈമാനികമായ കരുത്ത് അവൻ നേടിയെടുക്കണമെന്നർത്ഥം. അതിനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിത് മുന്നറിയിപ്പ് നൽകിയത്. ആ ഫിത്നകളിൽ ചിലതിനെ കുറിച്ച് സഹോദരങ്ങളെ നമുക്കിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ത്യനാളിന്റെ മുന്നോടിയായി സംഭവിക്കുന്ന ഫിത്നകൾ ഏതെല്ലാമാണ്? ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഫിത്നയുടെ തുടക്കം എവിടെ നിന്നായിരിക്കും? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ എവിടെ നിന്നാണ് തലപൊക്കുന്നത്? നോക്കൂ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വഹുവ മുസ്തഖ്ബിലുൽ മശ്രിഖ് യഖൂൽ അലാ ഇന്നൽ ഫിത്ന ഹാഉനാ അലാ ഇന്നൽ ഫിത്നത ഹാഉനാ മിൻ ഹൈസു യത്ലുഉ ഖർനു ശൈത്താൻ. റവാഹു മുസ്ലിം. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടത്? അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ കിഴക്കിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടുന്ന് പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. റസൂല് അഭിമുഖീകരിച്ചിരിക്കുന്നത് കിഴക്കിന്റെ ഭാഗത്തേക്കാണ്, മശ്രിഖിലേക്കാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, അലാ അറിയണേ, ഇന്നൽ ഫിത്ന, തീർച്ചയായും ഫിത്ന, ഹാഉന, അവിടെ നിന്നാണ് ഫിത്ന. അലാ ഇന്നൽ ഫിത്നത ഹാഉന, അവിടെ നിന്നാണ് ഫിത്നയുടെ ആരംഭം. മിൻ ഹൈസു യത്ലുഉ ഖർനു ശൈത്താൻ, പിശാചിന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നത് മശ്രിഖിൽ നിന്നായിരിക്കും. ലോകത്തുള്ള സർവ്വ ഫിത്നകളുടെയും നേതാവും അതിനുള്ള മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കുന്നതും ശൈത്താനാണല്ലോ. അതുകൊണ്ട് ആ ശൈത്താനിന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നത് കിഴക്കിന്റെ ഭാഗത്തു നിന്നായിരിക്കുമെന്ന് കിഴക്കിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കാരുണ്യവാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുകയാണ്. വേറെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, ദഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ദുആ ചെയ്തു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സ്വാഇനാ വമുദ്ദിനാ, അല്ലാഹുവേ, ഞങ്ങളുടെ സാഇ എന്ന് പറഞ്ഞാൽ ഒരളവാണ്, മുദ് എന്ന് പറഞ്ഞാലും മറ്റൊരളവാണ്. ഞങ്ങളുടെ സായിലും മുദ്ദിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ. വബാരിക് ലനാ ഫീ ശാമിനാ വയമനിനാ, ഞങ്ങളുടെ യമനിലും ഷാമിലും ഒക്കെ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ. വഖാല റജുലുൻ മിനൽ ഖൗം, അപ്പോൾ സദസ്സിൽ നിന്ന് അതല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വഫി ഇറാഖിന, ഞങ്ങളുടെ ഇറാഖിലും ബർക്കത്ത് നൽകണമേ എന്ന്, ഞങ്ങളുടെ ഇറാഖിനും അല്ലാഹുവിൽ നിന്ന് ബർക്കത്ത് കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബിഹാ ഖർന ശൈത്താൻ, അവിടെ നിന്നാണ് പിശാചിന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നത്. വതഹയ്യുജുൽ ഫിതൻ, ഫിതൻ അവിടെ നിന്നാണ് അലയടിച്ച് തിരമാലകളായി അവിടെ നിന്നാണ് അടിച്ചു പൊങ്ങുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് ഇമാം തുബറാനി റിവായത്ത് ചെയ്ത ഹദീസായി നമുക്ക് കാണാം. അപ്പോൾ സഹോദരങ്ങളെ, എല്ലാ നിലക്കുള്ള ഇമാം മുസ്ലിം തന്നെ റിവായത്ത് ചെയ്ത മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, റഉസുൽ കുഫർ, സത്യനിഷേധത്തിന്റെ ആരംഭം, സത്യനിഷേധത്തിന്റെ തുടക്കം, മിൻ ഹാഉന, അവിടെ നിന്നാണ്. മിൻ ഹൈസു യത്ലുഉ ഖർനു ശൈത്താൻ, അവിടെ നിന്ന് തന്നെയാണ് പിശാചിന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നതും. യഅനി അൽ മശ്രിഖ്, കിഴക്ക് നിന്ന് എന്ന് നമുക്കവിടെ കാണാം. സഹോദരങ്ങളെ, നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ലോകത്തുണ്ടായ
മതപരമായ സർവ്വ ഫിത്നകളുടെയും ആരംഭം കിഴക്ക് നിന്ന് തന്നെയായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിവെച്ച ആ ഫിത്ന പിന്നീട് അന്ത്യനാൾ വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുകയായിരിക്കുമെന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. വഅവ്വലുൽ ഫിതൻ കാന മൻബിതുഹാ മിൻ ഖിബലിൽ മശ്രിഖ്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു, കുഴപ്പങ്ങളുടെ തുടക്കം, കുഴപ്പങ്ങളുടെ ഉത്ഭവം, ആരംഭം മിൻ ഖിബലിൽ മശ്രിഖ്, മശ്രിഖിന്റെ ഭാഗത്തു നിന്നു തന്നെയാണ്. ഫകാന, അതെങ്ങനെയാണ് ആരംഭിച്ചത്? ഫകാന സബബൻ ലിൽ ഫിർഖത്തി ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള കക്ഷികളുടെ ഉടലെടുക്കൽ മൂലമാണ് അത് സംഭവിച്ചത്. വദാലിക, അത് തന്നെയാണല്ലോ മിമ്മ യുഹിബ്ബുഹു ശൈത്വാൻ വയഫ്റഹു ബിഹി. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി വിശദീകരിക്കുകയാണ് ഹദീസിനെ. എന്താണ് മഹാനവറുകൾ പറയുന്നത്? എങ്ങനെയാണ് ഫിത്ന ആരംഭം കുറിച്ചത്? കിഴക്കിൽ നിന്ന് മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഫിത്ന, അതല്ലെങ്കിൽ അനൈക്യം, ഗ്രൂപ്പുകൾ, അതല്ലെങ്കിൽ ഫിർഖത്തുകൾ, വിവിധങ്ങളായ കക്ഷികൾ, ആ കക്ഷികളൊക്കെ ഉദയം ചെയ്തത് മശ്രിഖിൽ നിന്നാണ്. വദാലിക, അത് മിമ്മ യുഹിബ്ബുഹു ശൈത്വാൻ, പിശാചിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. ശൈത്താന് ഏറെ ഇഷ്ടമുള്ള, വയഫ്റഹു ബിഹി, അവനെ ഏറെ സന്തോഷിപ്പിക്കുന്ന, അവനേറെ സന്തുഷ്ടനാകുന്ന ഒരു കാര്യമാണ് മുസ്ലിം സമൂഹം ഭിന്നിക്കുകയും അവർക്കിടയിൽ കക്ഷികൾ ഉണ്ടാവുകയും ചെയ്യുക എന്നത്. ശൈത്താന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. പിശാചിന് ഏറ്റവും അധികം ആനന്ദമുണ്ടാക്കുന്ന കാര്യമാണ് മുസ്ലിമീങ്ങളെ, അതല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ ഒക്കെ തമ്മിലടിപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുക എന്നത്. അതുകൊണ്ടാണല്ലോ പിശാചിന്റെ കൊമ്പ് അവിടെ നിന്ന് ഉദയം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റഅസുൽ കുഫ്രി മിൻ ഹാഹുന മിൻ ഹൈസു യത്ലഉ ഖർനു ശൈത്വാൻ യഅനി അൽ മശ്രിഖ്, മശ്രിഖിൽ നിന്നായിരിക്കും അതിന്റെ ഉദയം എന്നാണ്. നോക്കൂ നിങ്ങൾ, അതാണ് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, അപ്പോ മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്ന കക്ഷിത്വം, ആ കക്ഷിത്വം, ഈ കക്ഷികൾ മുഴുവനും ഉണ്ടായത്, എല്ലാവിധ കക്ഷികളും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പിഴച്ച കക്ഷികളിൽ സിംഹഭാഗവും അധികവും ഇറാഖിൽ നിന്നാണ്. നോക്കൂ നിങ്ങൾ, ഖവാരിജിന്റെ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേരായ സരണിയിൽ നിന്ന് പിഴച്ചുപോയ, ഇസ്ലാമിക സമൂഹത്തിൽ വിള്ളലുണ്ടാക്കി പുറത്തുപോയ ഒന്നാമത്തെ കക്ഷിയാണ് ഖവാരിജ്. പിഴച്ച അഖീദയാണ് അവർക്കുള്ളത്. അവരുടെ ഉത്ഭവം എവിടെ നിന്നാണ്? മശ്രിഖിൽ നിന്നാണ്, സംശയമില്ല. റാഫിളിയാക്കൾ, ഷിയാക്കളിലെ ഉഗ്രവിഭാഗമാണ്. ഉഗ്രവിഭാഗം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോട് അതിശക്തമായ വിരോധം വെച്ചു പുലർത്തുന്ന ഒരു അങ്ങേയറ്റത്തെ തീവ്ര ചിന്താഗതിയുള്ള ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം റാഫിളിയാക്കൾ. സ്വഹാബത്തിന് പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചൊല്ലുന്ന നമ്മുടെ ഉമ്മമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, ആ പത്നിമാരെ അവർക്കെതിരെ ലഅനത്ത് ചൊല്ലുന്ന പിഴച്ച കക്ഷികൾ, ആ പിഴച്ച കക്ഷികളിൽപ്പെട്ട റാഫിളിയാക്കൾ മശ്രിഖിൽ നിന്നാണ്. ഷിയാക്കൾ, 20-ലധികം വരുന്ന ഉപവിഭാഗങ്ങളുള്ള ഷിയാക്കൾ, ബാത്തിനിയാക്കൾ, ഖദരിയാക്കൾ, ജഹ്മിയാക്കൾ, മുഅ്തസിലത്ത്, ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ഒട്ടനവധി വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും അടങ്ങുന്ന ധാരാളക്കണക്കിന് കക്ഷികൾ. എല്ലാ കക്ഷികളുടെയും ഉത്ഭവം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയതനുസരിച്ചു തന്നെ സത്യമായി പുലർന്നിരിക്കുകയാണ് മശ്രിഖിൽ നിന്ന്. അതുകൊണ്ട് മശ്രിഖിന്റെ ഖൈറിന് വേണ്ടി, അതല്ലെങ്കിൽ അവിടേക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കാൻ അവിടുന്ന് മടിക്കുകയായിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഇന്നും നമ്മൾ ജീവിക്കുന്ന സമകാലിക ലോകത്തും ഫിത്നകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഉറവിടമായി ഇറാഖും അതുപോലെ അനുബന്ധ പ്രദേശങ്ങളുമൊക്കെ നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. നിരീശ്വരവാദത്തിന്റെയും നിർമ്മതവാദത്തിന്റെയും കേന്ദ്രങ്ങളായ റഷ്യയും ചൈനയുമൊക്കെ ഏതു ഭാഗത്ത് തന്നെയാണ്? മശ്രിഖിന്റെ ഭാഗത്ത് തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ, അവസാനകാലമായാൽ അതിന്റെ അടയാളങ്ങളിൽ ഏറ്റവും വലിയ അടയാളമായ മസീഹുദ്ദജ്ജാലും യഅ്ജൂജും മഅ്ജൂജുമൊക്കെ രംഗപ്രവേശനം ചെയ്യുന്നതും കിഴക്ക് നിന്ന് തന്നെയായിരിക്കും എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം കിഴക്ക് നിന്ന് തന്നെ. അപ്പോൾ ഈ സമൂഹത്തിൽ
ഘോരമായ ഇരുട്ടിന്റെ കഷ്ണത്തിന് സമാനമായി സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയാത്ത അതിശക്തമായ ഫിത്ന, ആ ഫിത്നകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആരംഭം എവിടെ നിന്നായിരിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. അതിന്റെ ആരംഭം മശ്രിഖിൽ നിന്നാണ്. ആ മശ്രിഖിൽ നിന്ന് ഉത്ഭവിച്ച ഫിത്നകൾ പിന്നീട് അത് പല നിലക്കായി മുസ്ലിം സമൂഹത്തിലേക്ക് ഇഴഞ്ഞു വരികയായിരുന്നു. അങ്ങനെയാണ് ഈ മശ്രിഖിൽ നിന്ന് ഉത്ഭവിച്ച വിവിധങ്ങളായ പിഴച്ച കക്ഷികളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അഖീദകളും അവരുടേതായ നിലപാടുകളുമൊക്കെ വിവിധങ്ങളായ പ്രദേശങ്ങളിലേക്കും നാടുകളിലേക്കും പിന്നീട് വ്യാപിക്കുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഫിത്നകൾ കിഴക്ക് നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ ആ ഫിത്നയുടെ ഭാഗമായി എന്റെ സമൂഹത്തിൽ ഈ കിഴക്കിന്റെ തന്നെ സ്വാധീനത്തിന്റെ ഫലമായി എന്റെ സഹാബാക്കളിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാകും. സഹാബാക്കൾക്കിടയിൽ അവർക്ക് വലിയ മുസീബത്തുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു വലിയ ഫിത്നയിൽപ്പെട്ടതാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം. അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരിൽപ്പെട്ട മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആ മഹാനായ സ്വഹാബിയുടെ വധം ഇങ്ങനെയുള്ള ഫിത്നയുടെ ഒരു ഭാഗമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഫിത്നയിൽപ്പെട്ടതായിരുന്നു. നോക്കൂ, വളരെ കൃത്യമായി ഹദീസുകളിൽ കാണാം, ഇസ്ലാമിക ലോകത്ത് ഫിത്നയുടെ കവാടം തുറക്കാൻ യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തോടെയാണ് കപടവിശ്വാസികൾക്ക് സാധിച്ചത്. കപടവിശ്വാസികളായിരുന്നു മഹാനായ ആ സ്വഹാബിയെ വധിക്കാൻ നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ വധം നടന്നതോടുകൂടെ മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായ ഫിത്നകളുണ്ടായി, കുഴപ്പങ്ങളുടെ കവാടങ്ങൾ തുറക്കുകയായിരുന്നു. ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം, ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് സ്വഹാബാക്കളോട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അയ്യുക്കും യഹ്ഫദു ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫിത്ന? ഫഖാല ഹുദൈഫ അന അഹ്ഫദു കമാ ഖാൽ. നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അയ്യുക്കും നിങ്ങളിൽ ആരാണ്, യഹ്ഫദു ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ നിങ്ങളിൽ ആരാണ് മനപ്പാടമാക്കിയിരിക്കുന്നത്, ഹിഫ്ള് ആക്കിയിട്ടുള്ളത്, ഫിൽ ഫിത്ന, ഫിത്നയെ സംബന്ധിച്ചുള്ള കുഴപ്പങ്ങളെ, വരാനിരിക്കുന്ന കുഴപ്പങ്ങളുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട വചനങ്ങളെ നിങ്ങളിൽ ആരാണ് മനപ്പാടമാക്കിയിട്ടുള്ളത്? ഫഖാല, അപ്പോൾ പറഞ്ഞു ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന അഹ്ഫദു കമാ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഞാൻ അതിനെ മനപ്പാടമാക്കിയിട്ടുണ്ട്. ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാത്തി, എങ്കിൽ അത് കൊണ്ടുവാ, നീ മനപ്പാടമാക്കിയത് നീ കൊണ്ടുവാ. അപ്പോഴതാ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വജാരിഹി തുകഫിറുഹാ അസ്സലാത്തു വസ്സദഖത്തു വൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫിത്നത്തുർ റജുൽ, ഒരു മനുഷ്യന് ഫിത്നയുണ്ടാകുമ്പോൾ, ഫീ അഹ്ലിഹി, അയാളുടെ കുടുംബത്തിലും, വമാലിഹി, അയാളുടെ ധനത്തിലും, വജാരിഹി, അയാളുടെ അയൽവാസിയുടെ വിഷയത്തിലുമൊക്കെ ഫിത്നയുണ്ടാകുമ്പോൾ, ആ ഫിത്നയിൽ ആ മനുഷ്യൻ അകപ്പെട്ട്, ആ അന്ധകാരത്തിൽ ആ മനുഷ്യൻ അകപ്പെട്ട് പ്രയാസപ്പെട്ട് എന്ത് സംഭവിക്കുമെന്നറിയുമോ? തുകഫിറുഹ സ്വലാത്തു വസ്സദഖ, ആ മനുഷ്യന്റെ നമസ്കാരവും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും, വൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ടുള്ള കൽപ്പനയും, വന്നഹ്യു അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക എന്ന ആ ഇബാദത്തും, നന്മ കൽപ്പിക്കുക എന്ന ഇബാദത്തും, നമസ്കാരവും അതുപോലെ സകാത്തും സ്വതക്കയുമൊക്കെ ഇല്ലാതാക്കുന്നത് വരെ, അതൊക്കെ നിഷ്ഫലമായി തീരുന്നത് വരെ, അതൊക്കെ തുടച്ചു നീക്കപ്പെടുന്നത് വരെ ഒരു മനുഷ്യന്റെ കുടുംബത്തിലും അദ്ദേഹത്തിന്റെ ധനത്തിലും അയൽവാസിയുടെ കാര്യത്തിലുമൊക്കെ പരീക്ഷണമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, ഗൗരവമല്ലേ ഇത്? ഗൗരവമാണ്, ഗൗരവമേറിയ ഒരു സംഗതിയാണ്. പരീക്ഷണത്തിൽ അകപ്പെട്ടാൽ ഒരുപക്ഷെ നമ്മുടെ നമസ്കാരത്തിന്റെ ഫലങ്ങൾ നമുക്കില്ലാതെയായിത്തീരും. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ കൊണ്ടൊന്നും
നമുക്കൊരു പ്രയോജനവുമില്ലാത്ത നിലക്ക് പരീക്ഷണങ്ങൾ കടന്നുവരാൻ സാധ്യതയുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഘട്ടം കടന്നുവരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് ഈ ഫിത്നയെ സംബന്ധിച്ചല്ല. അദ്ദേഹം പറഞ്ഞു, ലൈസത്ത് ഹാദിഹി, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വലാകില്ലതി തമൂജു കമൗജിൽ ബഹർ, സമുദ്രത്തിന്റെ തിരമാലകൾ ആർത്തിരമ്പി അത് അടിച്ചു വീശുന്നത് പോലെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ ഫിത്നകൾ ഉണ്ടാകുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഫിത്ന ഏതാണ്? അത് നിങ്ങളിൽ ആരാണ് മനഃപ്പാടമാക്കിയത്? ഖാൽ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമർ റളിയല്ലാഹു അൻഹു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ലാ ബഅസ അലൈക മിൻഹ, അതുമായി നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, അതുമായി നിങ്ങൾക്ക് ബന്ധമില്ലല്ലോ, അലയടിച്ചു വരുന്ന ഫിത്നയുമായി നിങ്ങൾക്ക് ബന്ധമില്ലല്ലോ. ഇന്ന ബൈനക വ ബൈനഹ ബാബുൻ മുഗ്ലഖ, നിങ്ങൾക്കും ആ ഫിത്നക്കുമിടയിൽ അടക്കപ്പെട്ട ഒരു കവാടമുണ്ട്. നിങ്ങൾക്കും ആ ഫിത്നകൾക്കുമിടയിൽ അടക്കപ്പെട്ട ഒരു കവാടമുണ്ട്. ആ ഫിത്നകളിലേക്ക് നിങ്ങൾക്ക് ബന്ധമില്ല, അത് നിങ്ങളെ ബാധിക്കുകയില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു ഹുദൈഫയോട്, യുഫ്തഹുൽ ബാബ് അം യുക്സർ ഔ യുക്സർ, ആ കവാടം തുറക്കപ്പെടുകയാണോ ചെയ്യുക അതോ തകർക്കപ്പെടുകയാണോ? എനിക്കും ആ ഫിത്നകൾക്കുമിടയിൽ അതിശക്തമായി അടക്കപ്പെട്ട ഒരു കവാടമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ആ കവാടം തകർക്കപ്പെടുമോ അതോ തുറക്കപ്പെടുമോ? ഖാല, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബൽ യുക്സർ, ഇല്ല, അത് തകർക്കപ്പെടുകയായിരിക്കും, ആ കവാടം തകർക്കപ്പെടുകയായിരിക്കും. സഹാബത്ത് കേട്ടുനിന്ന സഹാബത്ത് ചോദിച്ചു, കുൽന, അള്ളാഹുവിന്റെ റസൂൽ, കുൽന, ഞങ്ങൾ ചോദിച്ചു, അലിമൽ ബാബ്, ഏതാണ് ആ കവാടമെന്നറിയുമോ? ഏതാണ് ആ കവാടമെന്നറിയുമോ? തകർക്കപ്പെടുന്ന ആ കവാടം ഏതായിരിക്കുമെന്നറിയുമോ? ഖാല, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതേ അറിയും. മനിൽ ബാബ്, ആരാണ് ആ കവാടം? ഖാല, അദ്ദേഹം പറഞ്ഞു, ഉമർ, അത് ഉമർ ആയിരിക്കും, അത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരിക്കും. നോക്കൂ നിങ്ങൾ, സത്യമല്ലേ? അതതുപോലെ തന്നെ ആ പ്രവചനം പുലരുകയായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, അതിശക്തമായ ആ കവാടം തകർക്കപ്പെട്ടു, ഫിത്ന പ്രത്യക്ഷപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയായിരുന്നു. അതോടുകൂടെ ആ ഫിത്നകൾക്കിടയിലുള്ള കവാടം തകർക്കപ്പെടുകയും പിന്നീട് അലയടിച്ചു വരികയായിരുന്നു മുസ്ലിം സമൂഹത്തിലേക്ക് ഫിത്ന. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്. കവാടം തകർക്കപ്പെട്ട് പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം. നോക്കൂ നിങ്ങൾ, ബുഖാരിയിൽ തന്നെ കാണാം, അൻ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, ഖറജ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹായിത്തിൻ മിൻ ഹവായിത്തിൽ മദീന ലിഹാജതിഹി, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ തന്റേതായ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി മദീനയിലെ ഒരു തോട്ടങ്ങളിലെ ഒരു തോട്ടത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. വഖറജതു ഫീ ഇസ്രിഹി, ഞാനും നബിതങ്ങളുടെ കൂടെ അവിടുത്തെ പിന്തുടർന്ന് ഞാനും അനുഗമിച്ചു. ഫലമാ ദഖലൽ ഹായിത, അങ്ങനെ ആ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ ജലസ്തു അലാ ബാബിഹി, ആ തോട്ടത്തിന്റെ കവാടത്തിൽ ഞാൻ ഇരുന്നു. വഖുൽതു, എന്നിട്ട് ഞാൻ സ്വയം പറഞ്ഞു, ലഅകൂനന്നൽ യൗമ ബവാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യഉമുർനി, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടില്ലെങ്കിലും ഇന്ന് ഞാൻ പ്രവാചകന്റെ കാവൽക്കാരനായി, പാറാവുകാരനായി ഈ തോട്ടത്തിന്റെ വാതിലിൽ നിലയുറപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ഫദഹബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖളാ ഹാജതുഹു, അല്ലാഹുവിന്റെ റസൂൽ ആ തോട്ടത്തിൽ പ്രവേശിക്കുകയും അവിടുത്തെ ആവശ്യം നിർവഹിക്കുകയും ചെയ്തു. വജലസ അലാ ഖുഫിൽ ബിർ, അങ്ങനെ ആവശ്യ നിർവഹണത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ആ തോട്ടത്തിലുണ്ടായിരുന്ന ഒരു കിണറിന്റെ തിണ്ണയിലിരുന്നു. ഫകശഫ അൻ സാഖൈഹി, അവിടുത്തെ കണങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കിപ്പിടിച്ചു. വദല്ലാഹുമാ ഫിൽ ബിർ, എന്നിട്ട് ആ രണ്ട് കാലുകളും കിണറ്റിന്റെ തിണ്ണയിൽ തൂക്കിയിട്ടു. ഫജാഅ അബൂബക്കറിൻ യസ്തഅ്ദിനു അലൈഹി ലിയദ്ഖുൽ, അപ്പോഴതാ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു കൊണ്ടുവരുന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, കമാ അൻത ഹത്താ അസ്തഅ്ദിന ലക് ഫവഖഫ ഫജിഅതു ഇല നബി ഫഖുൽതു യാ നബിയല്ലാഹ് അബൂബക്കറിൻ യസ്തഅ്ദിനു അലൈക്, അല്ലാഹുവിന്റെ റസൂലേ, അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നിൽക്കുന്നു, നിങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കുന്നുണ്ട്, എന്തു പറയണം?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദ്ദല്ലഹു, അദ്ദേഹത്തിന് അനുവാദം കൊടുക്ക്, വബശ്ശിറുഹു ബിൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. ഫദഖല, അങ്ങനെ അദ്ദേഹം പ്രവേശിച്ചു. ഫജാഅ അൻ യമീനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കിണറ്റിന്റെ തിണ്ണയിലിരിക്കുന്ന പ്രവാചകന്റെ വലതുഭാഗത്ത് അദ്ദേഹം വരികയും ഫകശഫ അൻ സാഖൈഹി വദല്ലാഹുമാ ഫിൽ ബിർ, കടങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കിപ്പിടിച്ച് ആ കിണറ്റിന്റെ തിണ്ണയിൽ കാൽ തൂക്കിയിട്ടിരുന്ന് റസൂലിന്റെ വലതുഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഫജാഅ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ചോദിച്ചു, കമാ അൻത ഹത്ത അസ്തഅ്ദിന ലക്, അല്ലാഹുവിന്റെ റസൂലേ, ഇദാ ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളോട് അടുക്കലേക്ക് വരാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. ഫഖാൽ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദൻ ലഹു വബശ്ശിറുഹു ബിൽ ജന്ന, അദ്ദേഹത്തിന് അനുവാദം കൊടുക്ക്, സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. വജാഅ അൻ യസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ മുസൽ അശ്അരി ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുഭാഗത്തേക്കാണ് വന്നത്. ഫകശഫ അൻ സാഖൈഹി ഫദല്ലാഹുമാ ഫിൽ ബിർ, അങ്ങനെ ആ കിണറ്റിന്റെ തിണ്ണയിൽ മറ്റുള്ളവരിയ്ക്കുന്നത് പോലെ അദ്ദേഹവും ഇരിക്കുന്നു. ഫംതലഹൽ ഖുഫു ഫലം യകുൻ ഫീഹി മജ്ലിസ്, അങ്ങനെ ആ തിണ്ണ നിറഞ്ഞുപോയി, ഇനി എവിടെ സ്ഥലം ബാക്കിയില്ല. അങ്ങനെ ഇരിക്കെ സുമ്മ ജാഅ ഉസ്മാൻ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, കമാ അൻത ഹത്താ അസ്തഅ്ദിന ലക്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളോട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതാ അനുവാദം ചോദിക്കുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദൻ ലഹു, അദ്ദേഹത്തിന് നിങ്ങൾ അനുവാദം കൊടുക്ക്, വബശ്ശിറുഹു ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അത് പറഞ്ഞ ഉടൻ തന്നെ റസൂൽ പറയാണ്, മഅഹാ ബലാഉൻ യുസീബുഹു, അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ചില മുസീബത്തുകളും ബാധിക്കുന്നതാണ്. മഅഹാ ബലാഉൻ യുസീബുഹു, അതിന്റെ കൂടെ ചില മുസീബത്തുകളും അദ്ദേഹത്തിന് ബാധിക്കാനുണ്ട്. ഫദഖല ഫലം യജിദ് മഅഹും മജ്ലിസ, അങ്ങനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ കടന്നു വന്നപ്പോൾ ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പ്രവചിച്ച അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ, കടന്നുവരുന്ന ഫിത്നകളിൽ, ഓരോ ഫിത്നകളെ സംബന്ധിച്ചും അതിന്റെ ഉത്ഭവവും പിന്നീട് സംഭവിക്കാനിരിക്കുന്ന ഓരോ കുഴപ്പങ്ങളെ സംബന്ധിച്ചും അതിവിശദമായ നിലക്ക് നമുക്ക് വിശദീകരണം നൽകി. സത്യമല്ലേ, ചരിത്രത്തിൽ അത് പുലരുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തോടെയാണ് മുസ്ലിം സമൂഹത്തിൽ പല കക്ഷികളുണ്ടായത്, പല വിഭാഗങ്ങളുണ്ടായത്, അവർക്കിടയിൽ യുദ്ധമുണ്ടായത്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായത്. ഇതൊക്കെ തന്നെ അന്ത്യനാളിന്റെ അടയാളമായി അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നതായിരുന്നു. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തറൗന മാ അറാ ഇന്നി ല അറാ മവാഖിഅൽ ഫിതൻ ഖിലാല ബുയൂതികും കമവാഖിഇൽ ഖത്ർ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ പറയാൻ, ഹൽ തറൗന, നിങ്ങൾ കാണുന്നുണ്ടോ, മാ അറാ, ഞാൻ കാണുന്നത്, ഇന്നി, തീർച്ചയായും ഞാൻ, ല അറാ, ഞാൻ കാണുന്നു, മവാഖിഅൽ ഫിതൻ, കുഴപ്പങ്ങളുടെ പതന കേന്ദ്രങ്ങളെ ഞാൻ കാണുന്നു, പതന സ്ഥലങ്ങളെ ഞാൻ കാണുന്നു, ഖിലാല ബുയൂതികും, നിങ്ങളുടെ വീടുകൾക്കിടയിൽ, കമവാഖിഇൽ ഖത്ർ, മഴത്തുള്ളി വന്ന് പതിക്കുന്നത് പോലെ, മഴയുടെ തുള്ളികൾ വന്ന് പതിക്കുന്നത് പോലെ നിങ്ങളുടെ വീടുകളിൽ, സ്വഹാബാക്കളെ, നിങ്ങളുടെ വീടുകൾക്കിടയിൽ ഫിത്നകൾ വന്നിറങ്ങുന്നത്, അത് പതിക്കുന്നത് ഞാനിതാ കാണുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിമിന്റെ ഈ ഹദീസിന് ശറഹ് നൽകിയപ്പോൾ മഹാനായ ഇമാം നബവി പറയുകയാണ്, വത്തശ്ബീഹു ബിമവാഖിഇൽ ഖത്ർ, മഴത്തുള്ളികളോട് ഫിത്നയെ തശ്ബീഹ് ചെയ്തത്, സാദൃശ്യപ്പെടുത്തിയത് ഫിൽ കസ്റതി വൽ ഉമൂം, അതിന്റെ ആധിക്യവും അതിന്റെ വ്യാപനവും കാരണമാണ്. അതിന്റെ അത്രത്തോളം അതിന് ആധിക്യമുണ്ടാകും. അതായത് അന്നഹാ കസീറുൻ, അത് ധാരാളമായിരിക്കും. തഅമ്മുന്നാസ്, മുഴുവൻ ജനങ്ങളെയും അത് ബാധിക്കും. ലാ തഖ്തസ്സു ബിഹാ ത്വായിഫത്തുൻ, ഒരു വിഭാഗവും അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. വഹാദാ, ഇത് ഇശാറത്തുൻ, സൂചനയാണ്, ഇലൽ ഹുറൂബിൽ ജാരിയ ബൈനഹും, അവർക്കിടയിൽ വരാനിരിക്കുന്ന സംഘട്ടനങ്ങളെ, അതിശക്തമായ പോരാട്ടങ്ങളെ സംബന്ധിച്ചുള്ള സൂചനയാണ്.
ഏതുപോലെ കവഖഅത്തിൽ ജമൽ, ജമൽ യുദ്ധം പോലെ, വസിഫീൻ, സിഫീൻ യുദ്ധം പോലെ, വമഖ്തലു ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം പോലെ, വമഖ്തലുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം പോലെ, ഇങ്ങനെയുള്ള വധങ്ങളുടെയും രക്തരൂക്ഷിത പോരാട്ടങ്ങളുടെയും യുദ്ധങ്ങളുടെ സംബന്ധിച്ചുമൊക്കെയുള്ള സൂചനകളാണ്. അതെല്ലാവരെയും ഒന്നിച്ച് വ്യാപിക്കുമല്ലോ. അതിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, മതത്തിൽ, അല്ലാഹുവിന്റെ ദീനിൽ ഫിത്നയുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. സത്യവും അസത്യവും ചില സന്ദർഭങ്ങളിൽ തിരിച്ചറിയാൻ കഴിയാത്ത നിലക്കുള്ള അതിശക്തമായ പരീക്ഷണങ്ങളെ മുസൽമാൻ നേരിടേണ്ടി വരും, സത്യവിശ്വാസി നേരിടേണ്ടി വരും. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗം മുതൽ ഈ സമൂഹത്തിൽ ആരംഭിച്ച ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികൾ മൂലം മതത്തെ ഉപേക്ഷിക്കുകയും ദീനിനോട് താല്പര്യമില്ലാതിരിക്കുകയും അങ്ങനെ മാളത്തിലേക്ക് തന്നെ വലിയുകയും ചെയ്യുന്ന ഒരു മനോഗതി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി പലപ്പോഴും പല സഹോദരങ്ങളെയും ബാധിക്കാറുണ്ട്. എന്താണ് ഇതിനുള്ള കാരണം? ഇസ്ലാമിക പ്രമാണങ്ങൾ ശരിയായ വിധം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇത് തുടരുകയേയുള്ളൂ. പരീക്ഷണങ്ങൾ ഇനി ഇനി ശക്തമായ പരീക്ഷണങ്ങൾ ഈ സമൂഹത്തിൽ ഒന്നിനു പിറകെ ഒന്നായി വരികയായിരിക്കും. അതാണല്ലോ അന്ത്യനാളിന്റെ മുമ്പേ സംഭവിക്കുന്ന ഓരോ അടയാളങ്ങളും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതിവിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ പഠിക്കുമ്പോൾ ആ കാര്യം നമുക്ക് കൂടുതൽ ബോധ്യമാകും. ഇതൊക്കെ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈമാനിന് കൂടുതൽ ശക്തി ലഭിക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങേയറ്റത്തെ മനോധാർഢ്യതയോടുകൂടെ നിലയുറപ്പിക്കാനുള്ള കരുത്ത് നേടിയെടുക്കാനാണ് സത്യവിശ്വാസി ഇത്തരം പ്രവചനങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ട് കാര്യങ്ങൾ കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യനാളിന്റെ മുന്നോടിയായി സംഭവിക്കുന്ന അടയാളങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തിയ കാര്യമായിരുന്നു ജമൽ യുദ്ധത്തെ സംബന്ധിച്ച്. പിന്നീട് റസൂലിന്റെ വിയോഗശേഷമുണ്ടായ സ്വഹാബാക്കൾക്കിടയിലുണ്ടായ യുദ്ധമായിരുന്നല്ലോ മൗഖിഅത്തുൽ ജമൽ, ജമൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ട ഒരു ഫിത്നയുടെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതായിരുന്നു. എങ്ങനെയാണ് സത്യത്തിൽ ജമൽ യുദ്ധം സംഭവിക്കുന്നത്? സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം പ്രഗത്ഭരായ സ്വഹാബിമാർ രണ്ട് വിഭാഗങ്ങളായി മാറി. ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ, ശരിയായ വിധം ചരിത്രം വിലയിരുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യം ബോധ്യമാകും. പക്ഷേ ഈ വിഷയത്തെ വളച്ചൊടിക്കുകയും സത്യവിശ്വാസികളായ സ്വഹാബാക്കളുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയും ഷിയാപക്ഷവായന വായിക്കുകയും ചെയ്ത ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രഗത്ഭരായ സ്വഹാബിമാർക്കിടയിൽ രണ്ട് വിഭാഗങ്ങളുണ്ടായി. മഹാനായ ആയിഷ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു, മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഇവര് മൂന്നുപേരും അടങ്ങുന്ന പ്രഗത്ഭരായ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവിയും പ്രഗത്ഭരായ രണ്ട് സ്വഹാബിമാരും ചേർന്ന് ഒരു വിഭാഗവും, മറുഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ഈ വിഭാഗീയത ഉണ്ടാകുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ, അദ്ദേഹം വഫാത്തായപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ജനങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഉബ്സുത് യദക് നുബായിഅക് ഫഖാല ഹത്താ യതശാവറ الناس. അല്ലയോ അലി ഇബ്നു അബി ത്വാലിബ്, അങ്ങയുടെ കൈകൾ നീട്ടിത്തരണം, ഞങ്ങൾ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാൻ പോകുകയാണ്. ഇനി ഞങ്ങളുടെ നേതാവ്, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ നേതാവ് നിങ്ങളാണ്. കാരണം നേതാവില്ലാതെ അരക്ഷിതാവസ്ഥയിലാണ് ഈ സമൂഹമുള്ളത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഹത്താ യതശാവറ الناس, ഒന്ന് സാവകാശം കാണിക്കൂ, നിങ്ങൾ ജനങ്ങളൊന്ന് കൂടിയാലോചിക്കട്ടെ, ജനങ്ങളൊന്ന് കൂടിയാലോചിച്ച് അവരൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. അപ്പോൾ അതാ ആളുകൾ പറഞ്ഞു, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കൊലയാളികൾ അവരുടെ നാടുകളിലേക്ക് തന്നെ മടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഘാതകരെ പിടികൂടേണ്ടതുണ്ട്. മുസ്ലിം സമൂഹത്തിനൊരു നേതൃത്വമില്ലെങ്കിൽ കൃത്യമായി അവരെ പിടികൂടാനും കുറ്റക്കാരെ ശിക്ഷിക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് ഘാതകരെ പിടികൂടുന്നതിന് മുമ്പ് നേതൃത്വം അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈ നീട്ടുക, ഞങ്ങൾ ബൈഅത്ത് ചെയ്യാനൊരുങ്ങി, ഞങ്ങൾ തയ്യാറാണ്.
അദ്ദേഹത്തെ നിർബന്ധിക്കുകയും അങ്ങനെ ആളുകൾ ബൈഅത്ത് ചെയ്യുകയുമാണ്. ബൈഅത്ത് ചെയ്ത കൂട്ടത്തിൽ സുബൈർ റളിയല്ലാഹു അൻഹുവും ത്വൽഹ റളിയല്ലാഹു അൻഹുവും ഒക്കെ ബൈഅത്ത് ചെയ്തു. പിന്നീട് അവർക്കിടയിലുണ്ടായ ചില തെറ്റിദ്ധാരണയായിരുന്നു ജമൽ യുദ്ധത്തിനുണ്ടായ കാരണം. പിന്നീട് അവർ ഉംറക്ക് പോവുകയാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. മക്കത്ത് വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹുവും സുബൈർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ പരസ്പരം അവർക്കിടയിൽ സംസാരങ്ങൾ ഉണ്ടാകുന്നു. അവർ നേരെ ബസറയിലേക്കാണ് പിന്നീട് മടങ്ങിയത്. അവർ അലി റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടാൻ ആവശ്യപ്പെടുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഈ സമൂഹം ഒന്ന് ശാന്തമാകട്ടെ, ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളിലും അകപ്പെട്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ സമൂഹം, ഈ ഉമ്മത്തൊന്ന് ശാന്തമായതിനു ശേഷം നമുക്ക് ഘാതകരെ പിടികൂടാം. അവർക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടായി. അവര് മൂന്നുപേരും അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പുറപ്പെടുന്നു. എന്തിനാണ് അവർ പുറപ്പെട്ടത്? ലം യഖ്റുജൂ ലിൽ ഖിതാൽ, ഒരു യുദ്ധത്തിനോ ഒരു പോരാട്ടത്തിനോ വേണ്ടിയായിരുന്നില്ല. വഇന്നമാ ലിസ്സുൽഹി ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഈ അഭിപ്രായ വ്യത്യാസത്തിന് സുൽഹുണ്ടാക്കാൻ, അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് അവര് പുറപ്പെട്ടത്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു വിചാരിച്ചത് ആക്രമിക്കാനായിരുന്നു എന്നാണ്. അങ്ങനെ തെറ്റിദ്ധാരണയിൽ അവർക്കിടയിൽ യുദ്ധമുണ്ടായി. ഏതാണെങ്കിലും ഇതൊരു ഫിത്നയായിരുന്നു. ഈ ഫിത്നയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഹദീസുകളിൽ കാണാം, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലി അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്, ഇന്നഹു സയകൂനു ബൈനക വബൈന ആയിഷ അംറുൻ, അലിയെ നിനക്കും ആയിഷക്കുമിടയിൽ ഭാവിയിൽ ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഖാല, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞാനും ആയിഷയും തമ്മിലോ, ഞാനോ പ്രവാചകരെ? ഖാല, റസൂൽ പറഞ്ഞു, നഅം, അതെ, നീ തന്നെ. ഖാല, അദ്ദേഹം ചോദിച്ചു, ഫഅന അഷ്ഖാഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അപ്പോൾ ഞാൻ അവരിൽ ഏറ്റവും ദൗർഭാഗ്യവാനായി തീരുമോ നബിയെ? ഖാല, റസൂൽ പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, വലാകിൻ ഇദാ കാന ദാലിക് ഫർദുദ്ഹാ ഇലാ മുഅ്മിനിഹാ, അങ്ങനെ വല്ലതും നിനക്കും ആയിഷക്കുമിടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നീ വളരെ നിർഭയത്വത്തോടുകൂടെ വളരെ നല്ല നിലക്ക് ആയിഷയെ അവളുടെ അഭയകേന്ദ്രത്തിലേക്ക് മടക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന് വസിയ്യത്ത് കൊടുത്തതായി ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഇതും അന്ത്യനാളുമായി ബന്ധപ്പെട്ട ഫിത്നകളിൽപ്പെട്ട ഒരു ഫിത്നയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. അതുപോലെ തന്നെ മൗഖിഅത്തു സിഫീൻ യുദ്ധം, അല്ലെ? സിഫീൻ യുദ്ധം കേട്ടിട്ടുണ്ടാവും. അലി റളിയല്ലാഹു അൻഹുവിനും മുആവിയ റളിയല്ലാഹു അൻഹുവിനും ഇടയിലുണ്ടായ യുദ്ധം. അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതിനെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരുന്നു. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅക്സറുൽ ലദീന കാനൂ യഖ്താറൂനൽ ഖിതാല മിന ത്വായിഫതൈൻ ലം യകൂനൂ യുതീഊന ലാ അലിയൻ വലാ മുആവിയ, അലി റളിയല്ലാഹു അൻഹുവോ മുആവിയ റളിയല്ലാഹു അൻഹുവോ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ രണ്ട് വിഭാഗത്തിലും പെട്ട ധാരാളക്കണക്കിന് ആളുകൾ ഇവർ തമ്മിൽ യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അവർ യുദ്ധം തെരഞ്ഞെടുക്കുകയും അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഒരു പോരാട്ടമുണ്ടായത്. അതല്ലാതെ മഹാന്മാരായ സ്വഹാബിമാർ അങ്ങനെ ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അവരെ സംബന്ധിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഏതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ നിലവിൽ വരികയില്ല. ഹത്താ തഖ്തതില ഫിഅതാനി അളീമതാനി, വമ്പിച്ച രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് വരെ. യകൂനു ബൈനഹുമാ മഖ്തലത്തുൻ അളീമ, അവർക്കിടയിൽ വമ്പിച്ച പോരാട്ടം നടക്കും. ദഅവതുഹുമാ വാഹിദ, അവരുടെ രണ്ടു കൂട്ടരുടെയും വാദം ഒന്ന് തന്നെയായിരിക്കും, ഒരേ വാദമായിരിക്കും, ഒരേ ആദർശമായിരിക്കും, യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ അവർക്കിടയിൽ അതിശക്തമായ പോരാട്ടം നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും.
രണ്ട് വിഭാഗത്തിൽ നിന്നും 70,000-ഓളം മുസ്ലിമീങ്ങളാണ് സിഫീൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു സഹോദരങ്ങളെ. അപ്പോ പോരാട്ടങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ സഹോദരങ്ങളെ പരീക്ഷണത്തിന്റെയും ഫിത്നയുടെയും ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇവിടെ മുതൽ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അന്ത്യനാളിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുകയും ഇനിയും കൂടുതൽ വിശദീകരണങ്ങളും കാര്യങ്ങളും നിങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്ത് ഇസ്ലാമിക പ്രമാണങ്ങളെ ശരിയായ നിലക്ക് മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഇത് യഥാർത്ഥത്തിൽ ഫിത്നയുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. നമ്മൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫിതൻ മാ ളഹറ മിന്നാ വമാ ബതൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫിതനി മാ ളഹറ, പ്രത്യക്ഷമായ ഫിത്നകളിൽ നിന്നും പരോക്ഷമായ ഫിത്നകളിൽ നിന്നും ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. അവിടുന്ന് പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിനൽ ഫിതനി മാ ളഹറ മിൻഹാ വമാ ബതൻ. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. ആ നിലക്ക് കാര്യങ്ങളെ വിലയിരുത്തുകയും നേരായ നിലക്ക് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കുകയും സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സൂക്ഷ്മത പാലിക്കുകയും ചെയ്ത് ജീവിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.